ഇതിന് പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ വാഹനത്തിന്റെ ഗിയറിന്റെ പൊസിഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഗിയറിലാണ്. നമ്മുടെ വാഹനത്തിന്റെ ഗിയർ ഫസ്റ്റ്, തേർഡ്, ഫിഫ്ത്ത് ഈ 3 ഗിയറുകൾ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പരമാവധി മുകൾ ഭാഗത്തേക്ക് മാറിയായിരിക്കും 3 ഗിയറുകളെ ഇരിക്കുന്നത്. എപ്പോഴും ന്യൂട്രൽ പൊസിഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നോക്കിയതുകൊണ്ട് നമ്മളുടെ വാഹനത്തിന്റെ സീറ്റ് അല്ലെങ്കിൽ ഗിയറിന്റെ ഈ നോബ് വരുന്ന ഈ ഒരു ഏരിയയുടെ കറക്റ്റ് ആയിട്ടുള്ള നടുഭാഗത്തായിരിക്കും ന്യൂട്രൽ എന്ന് പറയുന്ന പൊസിഷൻ ഉള്ളത്. അപ്പം ന്യൂട്രലിന്റെ തൊട്ടുമേളിൽ തേർഡ് ഗിയർ ഇതുകൊണ്ട് ഈ പൊസിഷനിൽ നിന്ന് മാറി ഇത്രത്തോളം ഇങ്ങോട്ട് മാറിയായിരിക്കും തേർഡ് ഗിയർ ഉണ്ടാകുക. അതുപോലെ തന്നെ ഫസ്റ്റ് ഗിയർ ഉണ്ടാകുക, അതുപോലെ തന്നെ ഫിഫ്ത്ത് ഗിയർ ഉണ്ടാകുക. ഓക്കെ, ഇപ്പം ഞാൻ വീണ്ടും ന്യൂട്രൽ പൊസിഷനിൽ വന്നു. ഇനി ഫോർത്ത് ഗിയർ എന്ന് പറയുന്നത് എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഭാഗത്തായിരിക്കും. അതായത് നേരെ താഴ്ഭാഗത്താണ് ഫോർത്ത് ഗിയർ, അതുപോലെ തന്നെ സെക്കൻഡ് ഗിയർ, അതുപോലെ തന്നെ റിവേഴ്സ് ഗിയർ. അപ്പം ഇതിൻ്റെ സെൻറ്റർ ഏരിയയെ നിങ്ങൾ കറക്റ്റായിട്ടും മനസ്സിലാക്കണം. ഇത് ഞാൻ പറഞ്ഞത് പല ആൾക്കാർക്ക് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് ഈ നടുക്കുള്ള ന്യൂട്രൽ പൊസിഷനെ പല ആൾക്കാരും മറന്നു പോകുന്നുണ്ട് ഗിയർ ഇടുന്ന സമയത്ത്. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇടുന്ന സമയത്ത് ന്യൂട്രൽ വന്ന് കിടക്കും. സെക്കൻഡ് വീണെന്നോടത്ത് ക്ലച്ച് അയച്ച് ആക്സിലറേഷൻ കൊടുക്കുമ്പോൾ വണ്ടി ഓഫായി പോകും. അപ്പം ന്യൂട്രൽ എന്ന് പറയുന്ന ഏരിയ ഈ നടുക്കുന്ന് ലെഫ്റ്റ് സൈഡ് ന്യൂട്രാണ്, നടുക്ക് വരുന്ന ഏരിയ ന്യൂട്രാണ്, റൈറ്റ് സൈഡ് ന്യൂട്രാണ്. അപ്പോൾ ഇത്ര ഏരിയയും ന്യൂട്രാണെന്ന് മനസ്സിലാക്കുക. എന്നിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്ന സമയത്ത് തെറ്റാതിരിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗിയർ ലിവർ പരമാവധി ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്തിട്ട് ഫസ്റ്റ് കൊടുക്കുക. ന്യൂട്രലായിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ഗിയർ ലിവർ ചേർക്കുക. അപ്പം നമുക്ക് ലെഫ്റ്റ് സൈഡ് പരമാവധി ഗിയർ ചേരണമെന്നുണ്ടെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ച് നിങ്ങൾക്ക് ചേർക്കാം, അല്ലെങ്കിൽ കൈ ഇങ്ങനെ പിടിച്ചിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കാം. ഇതിൽ നിങ്ങൾക്കിതുണ്ട് ഇങ്ങനെ ഒരു മെത്തേഡ് ആണെന്നുണ്ടെങ്കിൽ, അതായത് ഈ മെത്തേഡിലാണ് പിടിക്കുന്നതെങ്കിൽ ലെഫ്റ്റ് സൈഡിലേക്ക് നല്ല ബലം കൊടുത്ത് മേളിലേക്ക് ഇട്ടാൽ നമുക്ക് ഫസ്റ്റ് ഗിയർ ഒരു കാരണവശാലും തെറ്റത്തില്ല. ഒരുപാട് ബലം കൊടുക്കേണ്ട, ഒരു ചെറിയൊരു പ്രഷർ ഈ സൈഡിലേക്ക് കൊടുത്ത് മേളിലേക്ക് ഇട്ടാൽ ഫസ്റ്റ് ഇടുന്ന സമയത്ത് നമുക്ക് തെറ്റത്തില്ല. വണ്ടി നമുക്ക് ഈസി ആയിട്ട് മുന്നോട്ട് സ്റ്റാർട്ട് ചെയ്തെടുക്കാനായിട്ട് കഴിയും. ഇനി സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ഈ സൈഡിലേക്ക് തന്നെ പ്രഷർ കൊടുക്കണം, അതായത് ഇങ്ങനെ തന്നെ ബലം കൊടുക്കണം. പലരും സെക്കൻഡ് ഇടുന്ന സമയത്ത് ഇങ്ങോട്ട് ബലം കൊടുക്കത്തില്ല, ഒറ്റ വലിച്ച് താഴെ ഇടും, അപ്പോൾ വീഴുന്നത് ഫോർത്ത് ആയിരിക്കും. അപ്പോൾ ഈ സൈഡിലേക്ക് ശകലം ഒരു പ്രഷർ കൊടുത്തുകൊണ്ട് ഫസ്റ്റ് ന്യൂട്രൽ ഇത് കണ്ടോ. അപ്പം ന്യൂട്രൽ വരുമ്പോൾ നമുക്ക് ഗിയർ ലിവർ നടുക്ക് വന്നു, കണ്ടില്ലേ? അപ്പം ന്യൂട്രൽ പൊസിഷനെ ഓർമ്മയിൽ വെക്കുക. എന്നിട്ട് നേരെ തൊട്ട് താഴോട്ടിട്ടാൽ സെക്കൻഡ് ഗിയർ വരും. അപ്പോൾ സെക്കൻഡ് ഗിയറിലേക്ക് വരുമ്പോൾ ഇവിടെ ഇരുന്ന ഗിയർ ലിവർ ഇത്രയും താഴ്ഭാഗത്തേക്ക് വന്നപ്പോഴാണ് നമുക്ക് സെക്കൻഡിലേക്ക് എത്താൻ കഴിഞ്ഞത്. അത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഇനി നമ്മൾ തേർഡ് ഗിയറിലേക്ക് ഇടുമ്പോഴും ഫസ്റ്റ് ന്യൂട്രലിനെ മനസ്സിൽ വെക്കണം, ഓർമ്മയിൽ വെക്കുക. എന്നിട്ട് ജസ്റ്റ് മേളിലേക്ക് തട്ടിയാൽ ലിവർ നടുക്കായിരിക്കും. അതായത് ന്യൂട്രൽ പൊസിഷനിൽ ലെഫ്റ്റും പോകില്ല, റൈറ്റും പോകില്ല, ഗിയർ ലിവർ നടുക്ക് കിടക്കും. ഈ നടുക്ക് കിടക്കുന്ന ഏരിയ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബലം